ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ലങ്കയിൽ മമ്മൂട്ടി തരംഗമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മമ്മൂട്ടിയുടെ 429ാമത്തെ ചിത്രം മെഗാസ്റ്റാർ 429 എന്ന ചിത്രത്തിൽ കൂടെ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലും ഒത്തുചേരുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. മലയാളത്തിലെ വമ്പൻ താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് വരുന്ന ചിത്രമാണ്. ഇതിനിടയിൽ ചില കടുത്ത ഫാൻസ്, മോഹൻലാൽ ഫാൻസ് പറഞ്ഞു വരുന്ന കാര്യം അത് മോഹൻലാൽ സിനിമയാണ് എന്നുള്ളതാണ്. തീർച്ചയായും മോഹൻലാൽ ഉണ്ടെങ്കിൽ അത് മോഹൻലാൽ സിനിമ തന്നെയാണ്, ഇല്ല എന്നാരും പറയുന്നില്ല. പക്ഷേ മമ്മൂട്ടി നായകനായി വരുന്ന സിനിമയിൽ ക്യാമിയോ റോളിലാണ് മോഹൻലാൽ വരുന്നത്. ഇവിടെ നമുക്ക് മമ്മൂട്ടിയും മോഹൻലാൽ എന്നുള്ള ഡിഫറൻസ് ഒന്നും തന്നെയില്ല. മമ്മൂട്ടിയും മോഹൻലാലും വരുമ്പോൾ ഏറെ സ്വാഗതമാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മോഹൻലാൽ മമ്മൂട്ടി സിനിമയിലോ മമ്മൂട്ടി മോഹൻലാൽ സിനിമയിലോ വരുമ്പോൾ ഉണ്ടാവുന്ന മാർക്കറ്റ് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. അതിപ്പോൾ നരസിംഹം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഈ പറയുന്ന സിനിമ എടുത്ത് നോക്കിയാലും നമുക്കറിയാവുന്നതാണ്. നരസിംഹം നിറഞ്ഞ സൈസിൽ 33 തിയേറ്ററുകളിൽ 50 ദിവസം ഓടിയ ചിത്രമാണ്. അതിനകത്തിൽ മമ്മൂട്ടിയുടെ ഒരു 15 മിനിറ്റത്തെ റോളുണ്ട്. അത് ഗംഭീരമാണ്. മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം കോരിത്തരിപ്പിക്കുന്ന സീനുകളായിരുന്നു അത്. ഒട്ടുമിക്ക മലയാളികളും അത് കൈയടിച്ച് സ്വീകരിച്ച സിനിമ തന്നെയാണ്. അതിനകത്തിൽ മമ്മൂട്ടിയുടെ പ്രകടനം ഏറെ വ്യത്യസ്തത പുലർത്തുന്നതും ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യവും കൂടിയായിരുന്നു. എന്ന് വെച്ചിട്ട് അത് ഒരു മോഹൻലാൽ സിനിമയല്ലാതെ ആകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആരും അതിൻ്റെ പിറകെ പോയിട്ട് മൾട്ടി സ്റ്റാറാണെന്നോ അല്ലെങ്കിൽ അത് മമ്മൂട്ടിയാണ് നായകനോ എന്ന് പറയുന്നില്ല. മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ മമ്മൂട്ടി തന്നെ നായകനും, മോഹൻലാലിൻ്റെ സിനിമയിൽ മോഹൻലാൽ ചെയ്യുമ്പോൾ മോഹൻലാൽ നായകനുമായിട്ടാണ്. പക്ഷേ പടത്തിൻ്റെ ഔട്ട്പുട്ടിൽ എല്ലാവരും പറയുന്നത് അത് മോഹൻലാൽ സിനിമ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ രീതിയും. ഇവിടെ എമ്പുരാനിലും മമ്മൂട്ടി ഉണ്ട് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അതും ഒരു മൾട്ടി സ്റ്റാർ അല്ലേ എന്നുള്ള അങ്ങനെയുള്ള ആരാധകരോട് ചോദിക്കുമ്പോൾ അവർ കണ്ണ് മിഴിഞ്ഞു മാറി നിൽക്കുന്നു. അതുമാത്രമല്ല, ടൊവിനോ പോലെയുള്ള അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലെയുള്ള സൂപ്പർ താരങ്ങൾ അതിനകത്തിൽ അണിനിരക്കുമ്പോൾ അതും ഒരു മൾട്ടി സ്റ്റാർ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനൊന്നും മറുപടിയില്ല. എന്തായാലും നമുക്ക് മമ്മൂട്ടി മോഹൻലാൽ ഒരേപോലെ തന്നെയാണ്. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ 52% മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ഞാൻ 48% മോഹൻലാലിനെയും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. അവർ തമ്മിൽ നമുക്ക് അത്രത്തോളം ഇഷ്ടം തന്നെയാണ്. കാരണം ജനിച്ചപ്പോൾ മുതൽ കണ്ടു വന്നിരിക്കുന്ന ആളുകളാണ്. അവരുടെ സിനിമകളിലൂടെ തന്നെയാണ് നമ്മളുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. രണ്ടുപേരുടെയും രണ്ട് ശൈലികളും മികച്ച ശൈലികളിലും പോകുമ്പോൾ ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തന്നെ മാറ്റി പറയാൻ, അല്ലെങ്കിൽ ഒരാൾ മികച്ചത് ഒരാൾ കുറഞ്ഞത് എന്ന് പറയാനില്ല. അവരവരുടെ മേഖലയിൽ അവർ അമ്മാതിരി ഉള്ള ആളുകളാണ്. ഇന്ത്യൻ സിനിമയിൽ എന്നല്ല, ഇന്ന് ലോക സിനിമയുടെ നെറുകയിലും അവർ തന്നെയാണ് നമ്പർ 1 2 എന്നല്ല, നമ്പർ 1 എന്നുള്ള പൊസിഷനിൽ. ഒരു കാര്യത്തിൻ്റെ രണ്ട് സൈഡുകൾ മാത്രമായിട്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും നിൽക്കുന്നത്. ഒട്ടുമിക്ക സിനിമകളും ഇവർ രണ്ടുപേരും ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. ചില കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കഴിയില്ല. അത് ഓരോ മനുഷ്യൻ്റെയും ലിമിറ്റേഷൻസിനകത്തിൽ ഉള്ള കാര്യങ്ങൾ തന്നെ. എന്താണേലും മെഗാസ്റ്റാർ 429 എന്ന ഈ ഒരു ചിത്രത്തിൽ മോഹൻലാൽ വരുമ്പോൾ തീർച്ചയായും അത് മമ്മൂട്ടിയും മോഹൻലാൽ ചിത്രമെന്ന് തന്നെ പറയാൻ കഴിയുകയുള്ളൂ. അതിനകത്തിൽ തന്നെ അതിൻ്റെ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ അവർ മണ്ടന്മാരൊന്നുമല്ല. കാരണം മെഗാസ്റ്റാർ ഈ പറഞ്ഞ പോലെ 429 എന്നടിച്ചെടുക്കുക കാര്യമല്ല. കാരണം മോഹൻലാലും മമ്മൂട്ടിയെ പോലെ തന്നെ ഒപ്പം താരമൂല്യമുള്ളതും അതേപോലെ തന്നെ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും നെടുന്തൂണും കൂടിയാണ്. അങ്ങനെ ഒരു ചിത്രം എടുക്കുമ്പോൾ ആ ക്ലാബ് ബോർഡിൽ കൊണ്ടുപോയിട്ട് മമ്മൂട്ടി ചിത്രം എന്ന് എഴുതുന്നത് എത്ര മോശമാണ് എന്നാലോചിക്കുക. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായൺ MMMN എന്നെഴുതിയിരിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാൻ വിവരമില്ലാത്ത കുറേ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് എല്ലാവരുമല്ല, സാധാരണ ആരാധകർക്കെല്ലാം അറിയാം എന്ന കാര്യമാണ്. മമ്മൂട്ടിയുടെ സിനിമയിൽ മോഹൻലാൽ വരുമ്പോൾ അത് എപ്പോഴും ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിക്ക് എങ്ങനെയാണോ മോഹൻലാലിന് എങ്ങനെയാണോ മമ്മൂട്ടി, അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ സിനിമ കാണുന്ന ആളുകളുടെയൊക്കെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത്. അല്ലാതെ കുറച്ച് വിഷം തുപ്പുന്ന ആളുകൾ മാത്രമുണ്ട്. അവരാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് പൊളയ്ക്കുന്നത്. അവർ പ്രൂഫ് കൊണ്ടുവരാനും കാര്യങ്ങളും. സിനിമ ഇറങ്ങുമ്പോൾ കാണാം എന്താണെങ്കിലും ഇതൊരു മമ്മൂട്ടി ചിത്രം തന്നെയാണ്. അതിനകത്തിൽ മോഹൻലാലിൻ്റെ പങ്ക് കുറവെന്നല്ല, അത് ഒപ്പം നിൽക്കുന്ന റോള് തന്നെയായിരിക്കും, അമ്മാതിരി സിനിമ തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്ന് വെച്ചിട്ട് അതൊരു മോഹൻലാൽ ചിത്രമാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് പറയേണ്ടി വരും. എമ്പുരാൻ പോലെയുള്ള സിനിമ ഞാൻ പറയുന്നു അത് മോഹൻലാൽ ചിത്രമാണ്, അല്ലാതെ ഒരു മൾട്ടി സ്റ്റാർസ് മലയാളത്തിൽ ആരൊക്കെ അഭിനയിക്കുന്നുണ്ട് അവരെല്ലാം സ്റ്റാർസ് തന്നെയാണ്, നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ. അങ്ങനെ വരികയാണെങ്കിൽ അതും ഒരു മൾട്ടി സ്റ്റാറിലേക്ക് വരും, ഇതും മൾട്ടി സ്റ്റാറിലേക്ക്. ഇവരൊക്കെ അഭിനയിച്ച എല്ലാ സിനിമകളും മൾട്ടി സ്റ്റാർ സിനിമകൾ മാത്രമായി വരും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അങ്ങനെ കാണാൻ കഴിയില്ല. എമ്പുരാൻ പൂർണ്ണമായിട്ടും മോഹൻലാൽ ചിത്രമാണ്. അതേപോലെ തന്നെ ഈ ഒരു ചിത്രം മമ്മൂട്ടി ചിത്രവുമാണ്. കാത്തിരിക്കാം. എന്താണേലും കൊഴുക്കട്ടെ വാദങ്ങൾ. ഈ പറഞ്ഞ പോലെ ഹേറ്റേഴ്സിനും എന്തെങ്കിലുമൊക്കെ പറയാനും അല്ലെങ്കിൽ അവർക്ക് കൊഞ്ഞനം കുത്താനും ഉള്ള ഒരു അവസരം കൂടെ വരട്ടെ. കാരണം അവരാണ് കാര്യങ്ങൾ കൊഴുപ്പിക്കുന്നത്. 100 കോടി അടിച്ച സിനിമയെ ഇപ്പോഴും 98 96 കോടിയിൽ പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കുന്ന ചില മാന്യന്മാരാണ്
മാന്യന്മാരാണ്, ഇങ്ങനെയുള്ള മാന്യന്മാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. കാരണം അത് കഴിഞ്ഞു ആ ഒരു കാര്യം. അവർ 100 കഴിഞ്ഞ് 110 കോടി കഴിഞ്ഞ് ലക്കി ഭാസ്കർ പോലെയുള്ള സിനിമകളെ പോലും ഇന്നും 98 ഉള്ളൂ എന്ന് പറയുന്ന വിഷമിക്കുന്ന ഒരുപാട് പുങ്കവന്മാരുണ്ട്. അവർക്ക് അർപ്പിക്കുന്നു ഈ ഒരു വീഡിയോ. ഒപ്പം നിങ്ങൾ കടുത്ത മമ്മൂട്ടി ആരാധകനാണെങ്കിലും മോഹൻലാൽ ആരാധകനാണെങ്കിലും നിങ്ങൾക്ക് തുറന്ന് എഴുതാം ഇതിനകത്തിൽ കമൻസിലൂടെ. എങ്ങനെയാണ് ഈ സിനിമയെ നിങ്ങൾ കാണുന്നത്? ഇത് ഒരു മൾട്ടി സ്റ്റാറാണോ, അല്ലെങ്കിൽ എൻപുരാൻ മൾട്ടി സ്റ്റാറാണോ, അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമയാണോ, മോഹൻലാൽ സിനിമയാണോ എന്നൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തതിനാൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഗ്രേറ്റ് മീഡിയാസ്.